പിണറായി സഖാവേ, താങ്കൾക്ക് സർവാധിപത്യം നേടാനായി മുതിർന്ന തലമുറയെ മുഴുവൻ അടിച്ചമർത്തിയപ്പോൾ യുവതലമുറയിൽ പെൺവേട്ടക്കാരും തെമ്മാടികളും പിടിച്ചുപറിക്കാരും അഹങ്കാരികളുമല്ലാതെ രാഷ്ട്രീയ പ്രതിബദ്ധതയുള്ള ജനാധിപത്യവാദികളായ ജനാധിപത്യ ബോധമുള്ള ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യതയുള്ള ഒരു സഖാവിനെയെങ്കിലും നിങ്ങൾ ഈ പാർട്ടിയിൽ വളരാൻ അനുവദിച്ചിട്ടുണ്ടോ? പിണറായി വിജയനും എം.എ. ബേബിയും ഗോവിന്ദനും ഒക്കെ ചേർന്ന് കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ കൂടി ചേർന്ന് ഇവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുമ്പോൾ ഞാനൊരു സംശയം ഉന്നയിച്ചാൽ കൃത്യമായി അതിന് സഖാക്കൾക്കൊന്ന് മറുപടി തരാമോ? ഈ ഭവന സന്ദർശനവും ഗൃഹസന്ദർശനവും അതുപോലുള്ള പരിപാടികളും ഒക്കെ വന്ന് സ്ഥാനാർത്ഥി നിർണയത്തിലെത്തുമ്പോൾ കേരളത്തിൽ ഇവിടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ യോഗ്യതയുള്ള എത്ര സഖാക്കൾ ഇന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുണ്ട്? പ്രധാനപ്പെട്ടൊരു ചോദ്യമാണത്. ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമുണ്ടോ? നിലവിലുള്ള മന്ത്രിമാർ മത്സരിക്കാൻ നിന്നാൽ ജയിക്കത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. മന്ത്രി സജി ചെറിയാൻ്റെ കഥ പറയണ്ടല്ലോ. ജനാധിപത്യം കുന്തവും കുടച്ചക്രവും മതേതരത്വമൊക്കെ പറഞ്ഞ് രാജിവെച്ച് പോയാൽ വീണ്ടും വന്ന് വർഗീയവാദം നടത്തുക. വർഗീയത തുപ്പിക്കുന്നത് ഈ പിണറായി വിജയനാണ്. ഓരോരുത്തരെ AK ബാലനെ ഇറക്കി വർഗീയത പറയിക്കുക. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് മലപ്പുറത്തും കാസർഗോഡും ഒക്കെ ജയിക്കുന്നവരുടെ ലിസ്റ്റ് നോക്കിയാൽ ജാതി തിരിച്ചു പറയാൻ അത്രയും വർഗീയത തുപ്പി വയ്ക്കുന്ന ഈ സജി ചെറിയാൻ ഇലക്ഷന് ജയിക്കത്തില്ല, പോട്ടെ. ഏറ്റവും മിടുക്കനായ ഒരു മന്ത്രി, അതായത് നിയമസഭാ സാമാജികനാകാൻ യോഗ്യതയുള്ള ഒരേ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആരാണെന്നറിയോ? പി രാജീവ്. അദ്ദേഹം ഏതാണ്ട് 10 വർഷത്തോളം രാജ്യസഭയിലിരുന്ന് രാജ്യസഭയിലേക്ക് അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ആ രാജ്യസഭാ സ്പീക്കറായിരുന്ന ഹമീദ് അൻസാരി പറഞ്ഞത് സീതാറാം യെച്ചൂരിയോട് പറഞ്ഞു, ഈ മഹാനായ ഈ പ്രതിഭയെ വീണ്ടും നിങ്ങൾ രാജ്യസഭയിൽ എത്തിക്കണമെന്ന്. അതായത് രാജ്യസഭ ഒരു സഭാ നടപടി ചട്ടങ്ങൾ നടത്തുന്നത് എങ്ങനെയാണെന്നും അതെന്താണെന്നും മാത്രമല്ല ജനകീയ ക്ഷേമത്തെക്കുറിച്ച് ജനതൽപരനായ ജനാധിപത്യത്തെക്കുറിച്ച് അറിവും ബോധവുമുള്ള ഒരാളാണ് രാജീവ്. പക്ഷേ ഇദ്ദേഹം കേരളത്തിൽ വന്ന് നിയമമന്ത്രിയായപ്പോൾ നിയമം മൊത്തം മറന്നുപോയി. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ പീഡനത്തിനിരയായ സിസ്റ്റർ റാനറ്റിന് പബ്ലിക് പ്രോസിക്യൂട്ടർ വയ്ക്കുന്ന കാര്യം ഈ പത്രക്കാർ ചോദിച്ചപ്പോൾ, ഏഷ്യാനെറ്റ് ന്യൂസ് വെളിപ്പെടുത്തിയതിന് ശേഷം പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ വെക്കേണ്ട കാര്യമില്ല, അത് സർക്കാരിൻ്റെ പണിയല്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് വിജയൻ എങ്ങനെ വെച്ചിപ്പോൾ? പിണറായി വിജയൻ ഈ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചിരിക്കുന്നു. അതെങ്ങനെ സാധിച്ചു? അദ്ദേഹത്തിൻ്റെ ആ നിയമം മറന്നു, എല്ലാം മറന്നു. കാരണം പിണറായിയുടെ അടിമയാണ്. പിണറായി മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അല്ലാതെ മറ്റൊരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല. ഉള്ളവരുണ്ടെങ്കിൽ അവരെ ഈ മണ്ട ചെത്തിക്കളഞ്ഞ് ഉപ്പിട്ട് ഉണക്കി വെച്ചിരിക്കുക. ഈ കമ്മ്യൂണിസ്റ്റ് സഖാക്കളുടെ എല്ലാം മണ്ട ഉപ്പിട്ട് ചെത്തിക്കളഞ്ഞിട്ടേ ഈ മോട് ചെത്തിക്കളഞ്ഞിട്ട് ഉപ്പിട്ട് ഉണക്കി വെച്ചിരിക്കുക. ഇവനൊക്കെ എന്ത് യോഗ്യതയാണുള്ളത്? കൊല്ലത്ത് മത്സരിക്കാൻ മുകേഷ് ആ സിനിമയുടെ, അതായത് മുകേഷിൻ്റെ അച്ഛൻ 25 വർഷം അവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, ഓ മാധവൻ്റെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിൽ നിന്ന് പിടിച്ചു കയറിയാണ് മുകേഷ് അവിടെ MLA ആയത്. പക്ഷേ മുകേഷിന് ഇനി അവിടെ കൊണ്ട് അവതരിപ്പിക്കാൻ പറ്റുമോ? ചുട്ട് തിന്നാൽ പോലും വോട്ട് കിട്ടുകയല്ല, കെട്ടിവെച്ച കാശ് പോലും മുകേഷിന് കിട്ടുകയല്ല. പിന്നെ അടുത്ത വരുന്ന മഹാറാണിയുണ്ട്, ചിന്താ ജെറോമിനെ അവിടെ ജയിക്കാൻ പറ്റുമോ? കൊല്ലത്ത് ഒരു സ്ഥാനാർത്ഥിക്ക് കിട്ടാനില്ല. കൊട്ടാരക്കര കിട്ടാനുണ്ടോ? ബാലഗോപാലൻ ചെന്ന് നിന്നിട്ട് കാര്യമൊന്നുമില്ല, അവിടെ തോൽപ്പിക്കും. ഈ പിണറായി വിജയൻ സർക്കാരിന് ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് വന്ന് സകല സംസ്ഥാനങ്ങളിലും ഇറങ്ങി പീഡിപ്പിച്ച്, അതായത് നമ്മൾ ഇവിടെ കണ്ടതാ, ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ വരെ പീഡിപ്പിച്ച് പോലീസ് സ്റ്റേഷനിൽ കയറ്റി, കോടതിയിൽ കയറ്റി, ജയിലിൽ അടച്ച് അധികാരം പിടിച്ചെടുത്ത പോലെ കേരളത്തിൽ അവരത് ചെയ്യാത്ത എന്താണെന്നറിയാമോ? ഈ പിണറായി വിജയൻ ഈ യാതൊരു ഇതും ചെയ്യാതെ, അവർ യാതൊരു പ്രവർത്തനവും ചെയ്യാതെ ആളുകളെ അവിടെ എത്തിച്ചു കൊടുക്കും. ഇപ്പോൾ റജി ലൂക്കോസ്, ദേവികുളം MLA രാജേന്ദ്രൻ, അങ്ങനെ എന്തെങ്കിലും അല്പസ്വല്പം കമ്മ്യൂണിസ്റ്റ് ബോധമുള്ളവനൊന്നും തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തില്ല. അതായത് ഈ തെരഞ്ഞെടുപ്പും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത പ്രാവശ്യത്തേക്ക് വരുമ്പോഴത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതാണ്ട് 60% പേരും BJPയിൽ എത്തിച്ചേരും. ബാക്കിയുള്ളവർ അടുത്ത പാർട്ടികൾ തേടി കോൺഗ്രസിലും മറ്റുമായിട്ടും കമ്മ്യൂണിസം, അതായത് CPM എന്നൊരു പാർട്ടി കേരളത്തിൽ ഇല്ലാതാകും. ഇപ്പോൾ ആരെയൊക്കെ നിർത്തി മത്സരിപ്പിക്കും? നമ്മുടെ
മരുമോൻ മന്ത്രിയെ മരുമോനാക്കാൻ വേണ്ടിയാണല്ലോ 2 ടേൺ കഴിഞ്ഞവരാരും പിന്നെ മത്സരിക്കരുതെന്ന് ചിട്ടയുണ്ടാക്കി ഇയാളെ എടുത്ത് കൊണ്ടുവന്ന് വെച്ച് ഇദ്ദേഹത്തെ പുറത്ത് ലോകം കാണിക്കാൻ പറ്റുമോ? ഈ ആ, റോഡ് മുഴുവൻ തോടുകളാക്കി കായലും കുളമാക്കി മാറ്റിയിട്ടിരിക്കുന്ന ഈ മനുഷ്യനെ കൊണ്ട് എവിടെയെങ്കിലും നിർത്തിയാൽ ജയിക്കുമോ? ജയിക്കുന്നവർ ഒറ്റ മന്ത്രി പോലും ഇല്ല. ബാലഗോപാലൻ ഇവിടെ കൊട്ടാരക്കര വന്ന് ഐഷാപ്പൂറ്റിയോട് ജയിക്കാൻ പറ്റുമോ? പറ്റില്ല. പിണറായി വിജയൻ ഒരു പക്ഷേ ജയിച്ചേക്കാം. കാരണം ആ ധർമ്മടത്ത് നിന്ന് ജയിച്ചതല്ലേ. പിന്നെ ഈ ടേം ഒഴിവാക്കി നമ്മൾ തോമസ് ഐസക്കിനെയും അല്ലെങ്കിൽ ശ്രീമതി ടീച്ചറിനെയും ശൈലജ ടീച്ചറിനെയും ഒക്കെ മത്സരിപ്പിച്ചാൽ ഇവരൊക്കെ ജയിക്കുമെന്ന് വല്ല ഉറപ്പുണ്ടോ ഇനി? കാരണം അവരാരും ചിത്രത്തിലില്ലല്ലോ, രാഷ്ട്രീയത്തിൽ അവരാരും ഇല്ല. അവരെല്ലാം തുടച്ചു നീക്കിക്കഴിഞ്ഞ് ഇനി വരുന്ന ശബ്ദം ആരിൽ നിന്നുണ്ടാകണം? പുതുതലമുറയിൽ ആരുമില്ല. പുതുതലമുറയിലുള്ളവരെയൊക്കെ നമുക്കറിയാമല്ലോ. ഞാൻ ഈ ആർഷയെക്കുറിച്ചൊന്നും പറയുന്നില്ല. കാര്യം കുട്ടികളല്ലേ, ചെറുപ്പക്കാരല്ലേ, വളർന്നു വരേണ്ടവരല്ലേ. അവരൊക്കെ വെറും പെൺവേട്ടക്കാരും തെമ്മാടികളുമായി വരികയാണ്. ഇവരൊക്കെ സഖാക്കളാണെന്ന് പറയാൻ അത് ആ പേര് കേൾക്കുന്ന നമുക്കൊക്കെ ഒരു നാണം വേണ്ടേ? നമുക്ക് പോലും ലജ്ജയില്ലാത്ത വിധം നമ്മുടെ ലജ്ജയെ കൂടെ നശിപ്പിച്ച് കളയുന്ന വിധം താന്തൂന്നികളായ ഇവരെയൊക്കെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് ഇനിയും കേരളത്തിൽ CPM-ന് ഭരണം കിട്ടുമെന്ന് വ്യാമോഹിക്കുക എത്രയും ശുദ്ധ അബദ്ധമാണ്. ആദ്യം ഈ ആളുകളെല്ലാം കൂടെ പിടിച്ച് വർഗീയത വിട്ട് കേരളത്തെ മുച്ചൂടും മുടിച്ചു. ആ മുടിപ്പിച്ചതിൻ്റെ അതെല്ലാം പ്രായശ്ചിത്തമായിട്ട് പിണറായി വിജയൻ മത്സരിക്കാതെ ഈ പാർട്ടി ആരെയെങ്കിലും ഏൽപ്പിച്ച് രക്ഷപ്പെടുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ കമ്മ്യൂണിസം നശിപ്പിച്ചത് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അന്തകനായിരുന്നു എന്ന് ചരിത്രം വിലയിരുത്തി താങ്കളെ ഇവിടുന്ന് അടുത്ത ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്തായാലും നരേന്ദ്രമോദി അമിത്ഷായും കൂടെ പൊക്കി ജയിലിലിട്ട് കൊണ്ടുപോയി അകത്തിട്ട് ഇയാളൊരു പാഠം പഠിപ്പിക്കും. അതിനു മുമ്പ് തന്നെ രാജിവെച്ച് ഈ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് രായ്ക്ക് രാമാനും ആരും അറിയാതെ വിദേശത്ത് പോയി മോനോടൊപ്പം ജീവിക്കുക. അവിടെ 5 സ്റ്റാർ ഹോട്ടൽ നടത്തുന്നുണ്ടല്ലോ. കേരളത്തിൽ ഉണ്ടാക്കിയിട്ട് അവനെ കേരളത്തിൽ വളർത്തിയിട്ടില്ല. മോൻ വിദേശത്ത് ജീവിക്കല്ലേ. അവിടെ പോയി സുഖമായിട്ട് അങ്ങനെ ജീവിക്കാൻ നോക്കി. കേരളത്തിൽ കമ്മ്യൂണിസം ഇനി നശിപ്പിക്കാൻ ഇവിടെ നിന്ന് നാട്ടുകാരെ പ്രാക്കേറ്റ് ഈ പെണ്ണുങ്ങളൊക്കെ പ്രാകുന്നത് താങ്കൾ കേട്ടിട്ടുണ്ടല്ലോ. തലയ്ക്ക് കൈയടിച്ചാൽ പ്രാകുന്നത്. അയ്യപ്പ വിശ്വാസികളുടെ കാര്യം പറയണ്ട. അയ്യപ്പ വിശ്വാസി താൻ ഏതെല്ലാം വർഗീയ ഫാസിസം ഇവിടെ കളിച്ചാലും വോട്ട് കിട്ടുകയല്ല. കാരണം ഒരയ്യപ്പ വിശ്വാസികളും ഇവിടെ നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല. പത്തനംതിട്ട കാണുമ്പോൾ അറിയാം, ഒരൊറ്റ സീറ്റ് പോലും കിട്ടുകയില്ല പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലൊന്നും. അതുപോലെ തന്നെ എങ്ങോട്ട് ചെന്നാലും സീറ്റ് കിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പിണറായി വിജയനോട് പറയാനുള്ളത്, ഈ സ്വരം നന്നായിരിക്കുമ്പോഴേ പാട്ട് നിർത്തുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിരിച്ചു വിട്ടുകൊണ്ട് താങ്കൾ അന്തസ്സായിട്ട് വിദേശത്ത് പോയി ഒരു കുത്തക മുതലാളിയായി ജീവിക്കാൻ നോക്കുക. ആവശ്യത്തിനുണ്ടാക്കില്ലേ. അതിനപ്പുറം തിരഞ്ഞെടുപ്പിലിറങ്ങി നാണം കെട്ട് കമ്മ്യൂണിസ്റ്റുകാർ നാണം കെടുത്താതെ അങ്ങ് വിടവാങ്ങണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.